ഹായ്, ഞാൻ റമീസ്, കോ-ഫൗണ്ടർ ഓഫ് വനാഗോ ടൂർസ് ആൻഡ് ട്രാവൽസ്. തായ്ലൻഡിലെ മനോഹരമായ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ഫുക്കറ്റ് ആൻഡ് ക്രാബി. കടലുകളും അതുപോലെ വ്യത്യസ്തമാർന്ന ദ്വീപുകളും വെള്ള മണൽത്തരികളുമൊക്കെയായി ഫുക്കറ്റ് ആൻഡ് ക്രാബി വളരെയധികം വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നൊരു ഡെസ്റ്റിനേഷനാണ്. ഒരു 5 ഡേ 4 നൈറ്റ് കൊണ്ട് നമുക്ക് ഈസിയായി കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഫുക്കറ്റ് ആൻഡ് ക്രാബി എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ. കൊച്ചിയിൽ നിന്നും അതുപോലെ ട്രിവാൻഡ്രത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ഫുക്കറ്റും അതുപോലെ ക്രാബിയിലേക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ പാക്കേജിലേക്ക് കിടക്കും. ഫസ്റ്റ് ഡേ നമ്മൾ ഫുക്കറ്റ് എത്തിയ പാടന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ നമ്മളെ ഗൈഡ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. നേരെ നമ്മൾ ഫുക്കറ്റിലെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അന്ന് ഫുക്കറ്റ് സിറ്റി ടൂർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഫുക്കറ്റ് ഓൾഡ് സിറ്റി, അതുപോലെ വാച്ച്ലോങ് ടെമ്പിള്, ടൈഗർ പാർക്ക് എന്നിങ്ങനെ ആയിട്ട് അന്നത്തെ ദിവസം നമുക്ക് ഫസ്റ്റ് വന്നിറങ്ങിയ ദിവസം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളായിരിക്കും. ഡേ 2 ലോകപ്രസിദ്ധമായ ഫിഫി ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പാട് നമ്മളെ ഒന്ന് പിക്ക് ചെയ്ത് നേരെ ഹാർബറിലോട്ട് പോയി ഹാർബറിൽ നമ്മളൊരു സ്പീഡ് ബോട്ടിലാണ് ഫിഫി ഐലൻഡിലേക്ക് പോവാം. വ്യത്യസ്തമായ ദ്വീപുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് സ്നോർക്ലിങ്ങും കാര്യങ്ങളും അതേപോലെ സ്വിമ്മിങ് ഒക്കെ കവർ ചെയ്തിട്ടേക്കും നമ്മൾ തിരിച്ചു വരിക. അപ്പോൾ ഫിഫി ഐലൻഡൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ റിട്ടേൺ നമ്മളെ ഫുക്കറ്റ് ഹോട്ടലിലേക്ക്. അന്നായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഫുക്കറ്റ്. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഫുക്കറ്റ് ഓൾഡ് ടൗണും അതുപോലെ ഫുക്കറ്റിലെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഡേ 3 നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ നേരെ ക്രാബിയിലോട്ട് പോകും. അന്ന് നമുക്ക് ക്രാബി സിറ്റി ടൂർ ആയിരിക്കും. ക്രാബ് സ്റ്റാച്യു, അതേപോലെ മഹാരാജ് ഫ്രഷ് മാർക്കറ്റ്, ചൈനീസ് ടെമ്പിള്, വൈറ്റ് ടെമ്പിള്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് അന്നത്തെ സൈറ്റ് സീനിങ് കാര്യങ്ങളൊക്കെ വരിക. ഡേ 4 നമ്മൾ നേരെ ക്രാബി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് 4 ഐലൻഡ് ടൂറിലേക്കാണ് പോവുക. 4 ഐലൻഡ് ടൂറിൽ പോകുന്നത് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ബോട്ടിലായിരിക്കും നമ്മൾ പോവുക. അതും വ്യത്യസ്തമാർന്ന ഒരു അനുഭവമാണ്. നമുക്ക് അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു പാക്കേജിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സിറ്റി പ്ലസ് നമ്മളെ ഐലൻഡ് ടൂർ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഫുക്കറ്റ് ആൻഡ് ക്രാബി പാക്കേജ് ചെയ്യുന്നത്. ഡേ 5 നമ്മൾ ക്രാബിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് നേരെ ക്രാബിയിൽ നിന്നായിരിക്കും നമ്മൾ ഡിപ്പാർച്ചർ വരിക. ക്രാബിയിൽ നിന്ന് നേരെ നാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഫുക്കറ്റ് വന്നിറങ്ങി നേരെ ക്രാബിയിൽ നിന്ന് തിരിച്ചു പോകുന്ന രീതിക്കാണ് നമ്മളെ പാക്കേജ് വരുന്നത്. ഫുക്കറ്റ് ആൻഡ് ക്രാബിൻ്റെ പാക്കേജിൻ്റെ ഇൻക്ലൂഷൻസ് നമുക്ക് നോക്കാം. അതായത് 2 നൈറ്റ് ഫുക്കറ്റിലെ സ്റ്റേയും അതുപോലെ 2 നൈറ്റിൽ ക്രാബിയിലെ സ്റ്റേയും, പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഈ പറഞ്ഞ വിധത്തിലുള്ള എല്ലാ സൈറ്റ് സീനിങ്ങും കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ ഫുക്കറ്റ് സിറ്റി ടൂറ്, ഫിഫി ഐലൻഡിലെ ടൂറ്, ഫിഫി ഐലൻഡിൽ തന്നെ നമുക്ക് സ്നോർക്ലിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ലഞ്ച് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. പിന്നെ ഡേ 3 നമുക്ക് ക്രാബി സിറ്റി ടൂറ്, അതുപോലെ ഡേ 4 നമുക്ക് 4 ഐലൻഡ് സിറ്റി ടൂറ്. അതിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബോട്ട് കാര്യങ്ങളിലാണ് പോകുന്നത്. അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ അവിടുത്തെ 4 ഐലൻഡ് ടൂറത്തെ ലഞ്ച് കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫിഫി ഐലൻഡിലെയും 4 ഐലൻഡിലെയും നാഷണൽ പാർക്ക് ഫീ കാര്യങ്ങളൊക്കെ നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. ഇതിൽ ടൈഗർ പാർക്കിൻ്റെ എൻട്രി ഫീ മാത്രമാണ് നമ്മളതിൽ എക്സ്ക്ലൂഡഡ് ആയിട്ട് വരുന്നുള്ളൂ. ഇതിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐലൻഡ് ടൂർ പോകുന്ന 2 ഡേയ്സിലുള്ള ലഞ്ച് നമ്മളതിൽ ഉൾപ്പെടുന്നതാണ്. അതിൻ്റെ പുറമേ ഉള്ള ബാക്കിയുള്ള 2 ലഞ്ചായിരിക്കും കസ്റ്റമർ ഓൺ കോസ്റ്റിൽ നോക്കേണ്ടി വരിക. അതുപോലെ ഡിന്നർ, ഇനി ഏതെങ്കിലും കസ്റ്റമറിന് ഡിന്നർ നമ്മൾ പ്ലാനിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ബേസിക്കലി നമ്മൾ അവിടുത്തെ ഫുഡ്, അതേപോലെ ലോക്കൽ ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ആ രീതിക്കുള്ളത് കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ഡിന്നറും ലഞ്ചും എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ വിവരങ്ങളോ അറിയാൻ നമ്മളെ ടീമിനെ കോൺടാക്ട് ചെയ്യാം.